മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയ മുൻ എംഎൽഎ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സമീപിച്ചിരിക്കുകയാണ് സിപിഎം. തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിത്വവും വാഗ്ദാനം ചെയ്തു. ജംഷീർ കൊടിഞ്ഞി ജംഷീറിലേക്ക് വരാം. എന്തായാലും രണ്ടത്താണിയെ സമീപിച്ചിരിക്കുന്നു സിപിഎം എന്നുള്ള വിവരങ്ങളാണ്. നേരത്തെ തിരൂരങ്ങാടിയിലെ ലീഗ് സ്ഥാനാർത്ഥി പട്ടികയെ ചോദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സിപിഎം സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജംഷീർ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് മലപ്പുറത്തെ ലീഗിനിടയിലെ ഭിന്നസ്വരങ്ങളെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ സിപിഎം നടത്തുന്നുണ്ട്. എക്കാലത്തും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വന്നാൽ അത്തരത്തിലുള്ള ചില സാധ്യതകൾ എക്കാലത്തും നോക്കിയിരുന്ന ഒരു പാർട്ടി തന്നെയാണ് സിപിഎം. അങ്ങനെ പല പ്രമുഖ നേതാക്കളും സിപിഎമ്മിന്റെ ഭാഗമായി മത്സരിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൂടി കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയിലേക്ക് സിപിഎം എത്തിച്ചേരുന്നത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണിയിലേക്ക് സിപിഎമ്മിന്റെ ശ്രദ്ധ പതിയുകയാണ്. മാത്രമല്ല, തിരൂരങ്ങാടിയിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ജംഷീർ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ജിൽസി, അതായത് മുസ്ലിം ലീഗിലെ അസംതൃപ്തരെ സമീപിക്കുകയാണ് ഇപ്പോൾ സിപിഎം. അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സർപ്രൈസ് എൻട്രികൾ, സർപ്രൈസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സിപിഎമ്മിന് ഒരു സർപ്രൈസ് എൻട്രി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരസ്യമായി തന്നെ ഈ ഫേസ്ബുക്കിലൂടെ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിയായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വേണ്ടിയാണ് PMA സമീറിനെ ഒരു ഷുവർ സീറ്റായിട്ടുള്ള തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം, ഒരു മുനയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തങ്ങന്മാരെ കരുവാക്കിക്കൊണ്ട് P.K. കുഞ്ഞാലിക്കുട്ടിയാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതെന്ന ആരോപണമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പിന്നെ ആ പ്രതിഷേധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് സിപിഎം അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിപിഎം അദ്ദേഹവുമായി ചർച്ച നടത്തിയിരിക്കുന്നത്, അനൌദ്യോഗികമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ആവശ്യപ്പെടുന്ന മണ്ഡലം, അതായത് താനൂരോ തിരൂരങ്ങാടിയോ അദ്ദേഹം മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നൽകാമെന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ സിപിഎം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി ഉള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ തുടരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയോടുകൂടി ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിന്റെ പുറത്തേക്ക് പോകും. പിന്നീട് തിരൂരങ്ങാടിയിലോ അല്ലെങ്കിൽ താനൂരിലോ, ഒരുപക്ഷെ തിരൂരങ്ങാടിയിൽ തന്നെ തുടരാനാണ് സാധ്യത. കാരണം PMA സമീറിനെതിരെയാണ് അദ്ദേഹം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ PMA സമീറിനെതിരെ എതിർ സ്ഥാനാർത്ഥിയായി അദ്ദേഹം തിരൂരങ്ങാടിയിൽ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുമായി വളരെ വലിയ തരത്തിലുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മതത്തിനായി കാത്തുനിൽക്കുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരികയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും സിപിഎം സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒഴിച്ചിട്ട സീറ്റുകളിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എത്തുന്നു എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി സിപിഎമ്മിന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ എത്തുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അതിന്റെ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.